ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്ന് വെച്ചാൽ, ഞാൻ പണ്ട് ലോക്ക്ഡൗൺ സമയത്ത് നമ്മുടെ സുഭിക്ഷീകരണ പദ്ധതി അങ്ങനെയൊക്കെ ഇല്ലായിരുന്ന ആ ഒരു സംഭവത്തിൽ ഞാൻ അച്ഛൻ പറയുന്നത് കേട്ട് ചെറിയൊരു കർഷകനാകാമെന്ന് കരുതി. അന്നപ്പം ഞാൻ എന്ത് ചെയ്ത്, ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ ചേർന്ന് ഒരു കുളം കുഴിച്ച്, കുളത്തിന് വേണ്ടിയിട്ടുള്ള ഈ മോട്ടറാണ് ഇരിക്കുന്നത്. ആ കുളം കുഴിച്ച് ഞാൻ മീനുകളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യത്തെ കൃഷി തന്നെ വമ്പൻ ഫ്ലോപ്പായിരുന്നു. ഞാൻ ചിലവാക്കിയതും കിട്ടിയതും എല്ലാം നഷ്ടത്തിലായിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് പോയതിൻ്റെ ആകെ കിട്ടിയ വരുമാനം എന്ന് പറയുന്നത്, മൊത്തം കിട്ടിയ വരുമാനം എനിക്ക് 5000 രൂപ കിട്ടിയുള്ളൂ. അന്നത്തോടെ കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഏതാണ്ട് ഫുള്ള് ഡൗൺ ആയി. എന്നാലും ഞാൻ കുറച്ച് കൃഷിയൊക്കെ ചെയ്യായിരുന്നു. എന്ന് വെച്ചാൽ കുളം കുത്തിപ്പോയില്ലേ, ഇത്രയും വലിയൊരു കുളമാണ് കുത്തി. ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇതുവരെ കുളം കാണിച്ചിട്ടില്ല. അപ്പോൾ അതൊരു സർപ്രൈസ് ആയിട്ട് വെക്കാന്നുള്ള രീതിയിലായിരുന്നു ഞാൻ വെച്ചിരുന്നത്. അപ്പൊ ഞാൻ ആ കുളത്തിൽ ഇപ്പൊ വീണ്ടും ഞാൻ വിചാരിച്ചു, എന്തായാലും ഞാൻ വീട്ടിലുണ്ട്, കാര്യങ്ങളൊക്കെ നോക്കുന്നു, സൈഡ് ഇടയ്ക്കുള്ള ജോലികളൊക്കെ ഉള്ളൂ. അപ്പം അതിന്റെ കൂട്ടത്തില് കൃഷിയും കൂടെ ചെറുതായിട്ട് തുടങ്ങാന്ന് വിചാരിച്ചു, മീൻ കൃഷി. അപ്പൊ ഞാനത് ആദ്യം നമ്മളെ കുളത്തിന്റെ താഴെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ എന്റെ കുളം കാണിച്ചു തരാം. ഞാൻ നമ്മളെ ആ പെരേടം വൃത്തിയാക്കുന്ന വീഡിയോയിലൊക്കെ ജസ്റ്റ് ഈ ബോർഡർ മാത്രം കണ്ടിട്ടുണ്ട് കുളത്തിന്റെ. അപ്പൊ ഇതാണ് എന്റെ കുളം. ഞാൻ ജോലിക്ക് പോയി അങ്ങനെയൊക്കെ ആയപ്പോഴ് കുളം ഫുള്ള് നഷ്ടത്തിലായി. ആ സമയത്ത് പിന്നെ ഞാൻ എന്ത് ചെയ്ത്, ഈ കുളം അങ്ങനെ അധികം നോക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അതും കറണ്ട് ചാർജ് എല്ലാം കൂടെ ആക്കുമ്പോൾ ഒരു ലാഭവും. എന്നാലും ഞാൻ കുറേശ്ശെ ചെയ്യുമായിരുന്നു. പിന്നെ ഏതാണ്ട് 6 മാസത്തോളം കുളം എനിക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ. എൻ്റെ കൈ ഒടിഞ്ഞ് ആക്സിഡന്റ്, ഷോൾഡറൊക്കെ പോയ സമയത്ത് എനിക്ക് ഇങ്ങോട്ട് വരാനേ പറ്റില്ല. ആ സമയത്ത് നമ്മൾ ഈ മരച്ചില്ലയും എല്ലാം വീണ് ഏതാണ്ട് വൃത്തികേടായി. ഞാനത് ഒന്നും കൂടെ അടിപൊളിയാക്കി എടുക്കാൻ പോവുകയാണ്. ഇതിൽ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, താഴെ ഒരു പൊതുകുളമുണ്ട്. അപ്പോൾ ആ കുളത്തിൽ നിന്നുള്ള ആമകളുണ്ടല്ലോ, ആമകൾ ഇതിനകത്ത് എങ്ങനെയൊക്കെ ചാടി എൻ്റെ മീൻ കുഞ്ഞുങ്ങളെയും മീനിനെയൊക്കെ തിന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ ഈ ഇട തൊട്ടാണ് ഞാൻ ആമയെ കാണുന്നതോ ആ സൈഡിലൊക്കെ ആമയെ കാണാൻ പറ്റും. ഞാൻ എന്തായാലും ഈ ഒരു മോട്ടർ ഇത് ഞാൻ അന്ന് കുളം കെട്ടിയ സമയത്ത് ഞാൻ അതിനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അന്നെൻ്റെ ഒരു ചെറിയൊരു ഫോണായിരുന്നു. ആ ഫോണിൽ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അന്ന് ഞാൻ നല്ല രീതിക്ക് ഞങ്ങൾ തുടങ്ങിയതാണ്. പക്ഷെ എന്ത് ചെയ്യാം, ഈ മീൻകുളം വളർത്തിയാൽ എനിക്ക് വരുമാനമായിട്ട് അങ്ങനെ വലുതായിട്ടൊന്നും കിട്ടിയില്ല. ആകെ മൊത്തം നഷ്ടത്തിലായിരുന്നു എന്ന് തന്നെ പറയാം. ചിലവുകൾ മാത്രമേ ഉള്ളൂ, വരവുകൾ കുറവായിരുന്നു. ഇപ്പം ആ സമയത്ത് ലോക്ക്ഡൗൺ സമയത്ത് ഒരുപാട് പേര് ചെയ്തല്ലോ മീൻ കൃഷി. അതുകൊണ്ടൊക്കെ ചേർന്നാവാം മീനിനെ ഇവിടെ ആകെ ഞങ്ങളെ ഏരിയയിൽ ബീച്ച്, കടലൊക്കെ അടുത്തുള്ളതുകൊണ്ട് വളർത്തു മീനെക്കാട്ടിലും കൂടുതൽ ആൾക്കാർ കഴിക്കുന്നത് കടൽ മത്സ്യങ്ങളാണ്. അപ്പോഴും പിന്നെ ഈ മീന് അധികം ഡിമാൻഡ് കുറവാണ്. ഡിമാൻഡ് ഉണ്ടെങ്കിലും ഇപ്പം ഞായറാഴ്ച അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളൂ. എനിക്ക് കൊണ്ട് നടന്ന് സെയിൽ ചെയ്യാനും പറ്റത്തില്ലായിരുന്നു. ഇപ്പോൾ ജോലിയുള്ള സമയത്ത് ആകെ ലീവ് ഉള്ളത് ചിലപ്പോൾ ഞായറാഴ്ച മാത്രമാണ്. അതും അന്നും ചിലപ്പോൾ ഓവർ ടൈം ഒക്കെ കാണും. അപ്പോൾ എന്തായാലും ഞാനിത് നമുക്ക് കുളം വൃത്തിയാക്കാം. ഇത് മോട്ടർ ഒന്ന് കണക്ട് ചെയ്ത്, ആ ലൈനെല്ലാം കംപ്ലൈൻ്റ് ആയി. ലൈനൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്ത് ഈ മോട്ടർ ഒന്ന് ഇട്ടിട്ട് വേണം ഇതിനകത്ത്. ഇപ്പം ഞാൻ നോർമലി ഓസിട്ട് വെള്ളം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മോട്ടറും കൂടെ ആകുമ്പോഴേ പെട്ടെന്ന് കളയും. എന്നിട്ട് വേണം എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ഇറക്കാൻ. അപ്പോൾ ഞാൻ ഇതൊന്ന് ശരിയാക്കട്ടെ. വെറുത്തടിച്ച് കേസ് ഞാൻ ഓഫ് ചെയ്യാൻ മറന്നു. സ്വിച്ച് ചായ കുടിച്ച ഫീല്, ചായ കുടിച്ച ഫീല്, കട്ടൻ ചായ കുടിച്ച് ക്ഷീണം അങ്ങ് മാറി. രാവിലെ വന്നപ്പോൾ ചെറിയ ക്ഷീണം ഉണ്ടായിരുന്നു. ഞാൻ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറഞ്ഞു. എന്തിനാ വന്നതിപ്പോ? കുളം വൃത്തിയാക്കായി പോയി സ്വിച്ച് ഓഫ് ചെയ്തിട്ട്. അയ്യോ വയ്യ. പിച്ചാത്തി കൊണ്ടുവന്ന ഒരു കട്ടി കുളം വൃത്തിയാക്കാം ഗൈസ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അയ്യാ നാളെ വൃത്തിയാക്കിയാൽ എന്താ? ഇപ്പൊ ശരിയായി, മതി. കട്ട് ചെയ്തോ? സാമവേദാവിലുണർത്തം സ്വാമിയേ എന്റെ. ഇങ്ങനെ ഞാനേ കട്ട് ചെയ്തപ്പോഴേ ജസ്റ്റ് കട്ട് ചെയ്തപ്പോഴേ നേരെ പിച്ചാത്തിന്ന് ഇതുവഴിയാണ് കയറിയത്. അയ്യോ, ഇനി വേണം. എൻ്റെ ഒരു കൂട്ടുകാരനാണ് ഇതിന്റെ പണി ചെയ്യാന്ന് പറഞ്ഞത്. അവൻ എന്നെ പറ്റിച്ച്. അല്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നം വരില്ലായിരുന്നു. ഫുള്ള് എർത്ത് കംപ്ലീറ്റ് ഷോട്ട്. ശരി ഗൈസ്, ഞാൻ അത് നോക്കിയിട്ട് വരാം. ഓർമ്മ വന്നു, ഇലക്ട്രീഷ്യനെ വിളിക്കാൻ വിചാരിച്ചു ഗൈസ്.
ഞാൻ ആ ചെറുക്കൻ എന്നെ പറ്റിച്ച്. ഞാൻ അവൻ്റെ അടുത്ത് ആദ്യമേ പറഞ്ഞു, അളിയാ നീ വയറൊക്കെ ഊരി ഇട്ടിട്ടുണ്ടോ അപ്പോൾ അന്ന് എൻ്റെ അടുത്ത് അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞടാ വയർ കണക്ഷൻ ഊരി ഇടണം, സപ്ലൈ കറണ്ട് വല്ലതും പ്രശ്നമാകുന്നു. അപ്പോൾ അവൻ ഇതിലൊക്കെ ഇട്ട് പിടിക്കണുണ്ട്. ഞാൻ വിചാരിച്ചെല്ലാം ഊരി ഇട്ടിരിക്കുകയായിരിക്കും. ആ ഒരു ഇതിൽ സംസാരിക്കാൻ വയ്യ. ആ ഒരു ഇതിൽ ഞാൻ ഈ മോട്ടറിൻ്റെ ലൈനൊന്ന് സപ്ലൈ ഒന്ന് കട്ട് ചെയ്തെന്നാൽ ക്ലിയർ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു വന്നതാണ്. ഒറ്റയടി അവിടെ നിന്ന് ഇതാ കിടക്കണം ഇവിടെ. ഇപ്പം എല്ലാം ഓർമ്മ വന്നു. ചെറിയ രോഗം ഉണ്ടായിരുന്നു. ടെസ്റ്റർ എവിടെ വെച്ചത് എല്ലാം മറക്കണം കേസ്. എന്തിനാ വന്നതെന്ന് പോലും അറിയില്ല. കിട്ടി. ഇത്രയും ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം ഇങ്ങനെ. ഇന്നലെ ഇവ 2 എലിയെ പിടിച്ചേട്ടാ. ഇതിനും നമ്മള് കൊച്ചാണ്, എന്നാലും ഇവള് എലിയെ പിടിക്കാറൊക്കെ ആയി, യുദ്ധത്തിനൊക്കെ ഇറങ്ങി തുടങ്ങി. ഇന്നലെ 2 പേരെ പിടിച്ച് എന്തായാലും കൊണ്ടുവന്നതിൽ കുഴപ്പമില്ല. എവിടെയൊക്കെ ഇറങ്ങി മൊത്തം ചെളിവെള്ളമൊക്കെ ആക്കി, ചെവിയിലും തലയിലൊക്കെ. ഇനി കൂട്ടിനെപ്പോഴും വരും. ഞാൻ ഇപ്പോൾ എൻ്റെ മീൻ കൃഷിക്കൊക്കെ വന്നപ്പോഴും കുളം വൃത്തിയാക്കാനൊക്കെ വന്നപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. ഭാഗ്യം കൊണ്ട് എറുത്തടിക്കാൻ നേരത്തില്ലായിരുന്നു, ആ സമയത്ത് ഓടി. ഇറങ്ങും താഴെ ഇറങ്ങും. മിക്കവാറും വലയിൽ കുരുങ്ങി കിടക്കും ഇവിടെ. അപ്പോൾ ഇത് പൂജയല്ല കേസ്, കൊതുകടി. ഭയങ്കര കൊതുക്. നമ്മളെ ചെറുക്കൻ വന്നിട്ട് പണി തുടങ്ങി, എല്ലാം കൂടെ എരിഞ്ഞു പോകും. കുളം വരെ കത്തുന്നാണ് തോന്നുന്നത്, വെള്ളമുള്ള കുളം വരെ കത്തുന്നാണ് തോന്നുന്നത്. ചെറുക്കൻ ഇലക്ട്രീഷ്യൻ്റെ പണി തുടങ്ങി. അതിനിടയിലാണെങ്കിൽ കൊതുവിൻ്റെ ശല്യം. എൻ്റെ കുളം ആകെ നശിച്ചു കിടക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് തറയെ കുത്തുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, വെച്ചാൻ്റെ കുത്തിയ സ്ഥലത്തൊന്നും പോയി ചവിട്ടരുത്, കൈയും കാലൊക്കെ പൊള്ളും. ഇതാണ് പ്രശാന്തേ, നമ്മളെ ഇലക്ട്രീഷ്യൻ, എൻ്റെ കൂടെ ക്ലാസ്സിൽ പഠിച്ച ക്ലാസ്മേറ്റ്, എൻ്റെ ബെഞ്ചിലെ മേറ്റ്. ഇപ്പോൾ IAS ഇലക്ട്രീഷ്യൻ ആയിട്ട് പോകുന്നു. ഇടുക്കി ഡാം പൊട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. അത് ഞാൻ മേടിച്ചത്. ഇത് ഇനി സംസ്കൃതമൊക്കെ പറഞ്ഞു കൊടുക്കും മണ്ടായി. മറ്റേ വയറിനാണെങ്കിൽ വില കൂടുതലാണ്. ഇത് ആ മീറ്റർ 15 രൂപയുള്ളു. ഇതിന്റെ കയറ്റ് ഇതില് പിടിച്ചു കൊടുത്താൽ ടൈറ്റ് ആവുണ്ട്. പിന്നെ അതിൽ പിടിച്ചു കൊടുക്കും. വെച്ചാന്ത് കറണ്ടടിക്കാതെ നോക്കിക്കോ. നേരത്തെ സൂക്ഷിച്ച് വെച്ചിരുന്ന വല്ല കുഴപ്പമുണ്ടായിരുന്നു. അത് ഞാൻ ജോലിക്കൊക്കെ പോയി എല്ലാ സ്ഥലത്തും പോയിക്കൊണ്ടിരിക്കുമ്പോഴേ ഇതൊന്നും നടക്കില്ല. നമ്മള് അതല്ലേ വെട്ടി ഇത് മഴ നനയാതെ വച്ചിരുന്നെങ്കിൽ ചെതില്. അത് ഈ ചക്ക ഉണ്ടല്ലോ, ഈ പ്ലാവിലെ ചക്ക വന്ന് വീണതാണ്. ഞാൻ പോയി കണക്ഷൻ കൊടുക്കാൻ പോവുകയാണ്. അല്ല, കണക്ഷൻ എല്ലാം കൊടുത്തു. ഞാൻ പോയി മെയിൻ ഓണാക്കാൻ പോവുകയാണ്. ഇതിൽ നിന്ന് ഡ്രന്ന് സൗണ്ട് കേൾക്കണമെങ്കിൽ കുഴപ്പമില്ല. ആണിയായിരിക്കും. ഈ എണ്ണം കെട്ടവ എവിടെ ചെന്നാലും ഇതാണ് അവസ്ഥ. കാര്യമില്ല, ഞാൻ പോവേണ കേസ്. ഞാൻ പോയി ഇട്ടിട്ട് ഇവിടെ നിന്നൊരു കമ്പം കല്യാണിയൊക്കെ നേരത്തെ ഓടിക്കഴിച്ച്. ഞാൻ സ്വിച്ച് ഇട്ടിട്ട് വരാം. ഞാൻ തിരിച്ചു വരുമ്പോഴേ വെച്ചാതിന്റെ കൊളയുടെ കമ്പി മാത്രമേ കാണാം. മോട്ടർ കൊടുത്തുള്ള ആദ്യത്തെ കണക്ഷന്റെ സമയമായി കേസ്. സമയം ഇതാ പൂർവ്വസായാനം അമൃതം ചലമിത സിന്ദൂരം അമൃതം പിതാവേര സോഹാനം. എടാ ഇടറാടേ. വെള്ളം വന്ന് സക്സസ് ആയ ഒരു വിജയത്തിലേക്ക് ഞങ്ങളുടെ തുടക്കം തുടങ്ങിക്കഴിഞ്ഞു കേസ്. വെള്ളം വന്ന് എന്റെ തലകറക്കം ഇതുവരെ മാറിയില്ല. ഫുള്ള് ഇവിടെ ഒരു ഓളം.
അപ്പം ഞാൻ ഇനി ഇതിപ്പം ഈ മോട്ടർ അടിച്ചു കഴിഞ്ഞ് ഇതിന് വറ്റിച്ച് ക്ലിയർ ആവണമെങ്കിൽ ഏതാണ്ട് ഒരു 3 മണിക്കൂർ എടുക്കും. അപ്പം അത്രയും നേരം കൊണ്ട് ഞാൻ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനും ഉണ്ട്. അപ്പം ഞാൻ ഇന്നലെ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അതൊന്ന് പോയി കണ്ടിട്ട് വാ. മീൻ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞത് തലേ ദിവസം വൈകിട്ടായിരുന്നു. അപ്പോഴേ ഞാൻ പിറ്റേ ദിവസമായപ്പോൾ ഓർത്തില്ല, പെട്ടെന്ന് രാവിലെ മീൻ കുഞ്ഞുങ്ങൾ വരും എന്നുള്ള കാര്യം ഓർത്തില്ല. അപ്പം മേഡം വിളിച്ച് പറഞ്ഞ് കുഞ്ഞുങ്ങളെത്തി. അങ്ങനെ ഞാനൊരു ഉറക്കത്തിൽ നിന്ന് എണീച്ച് ഓടെയാണ് ചെയ്തത് കുഞ്ഞുങ്ങളെ വാങ്ങാനായിട്ട്. ഞാൻ മീൻ വാങ്ങിയത് ബക്കറ്റിലായിരുന്നു. പക്ഷേ സംഭവം പറ്റിപ്പോയെന്ന് ഞാൻ ബക്കറ്റ് വാങ്ങിയാൽ മീൻ ബൈക്കിൽ വെച്ചുകൊണ്ട് വരാൻ പറ്റില്ല. കാരണം കുഞ്ഞുങ്ങളിങ്ങനെ ബക്കറ്റിൽ നിന്ന് ചാടും. അപ്പം നമുക്ക് ബൈക്കിൽ വെച്ചുകൊണ്ട് വരാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം കുറച്ച് ഇല പറിച്ച് ഇട്ടു അതിൻ്റെ മേളിൽ കൂടെ, ചാടുമ്പോൾ മുകളിലോട്ട് പൊങ്ങി ചാടാതിരിക്കാനായിട്ട്. നമ്മളിപ്പോൾ ഓട്ടോയിലോ കാറിലൊക്കെയാണ് വന്നിരുന്നെങ്കിൽ എൻ്റെ പ്രശ്നമില്ലായിരുന്നു. ഞാൻ മാത്രമല്ല 2-3 പേരും ഇത് കണക്ക് ഇലയൊക്കെ ഇട്ട് തന്നെയാണ് കൊണ്ടുപോയത്. പക്ഷേ മഴക്കോള് നല്ല രീതിയിലുണ്ടായിരുന്നു. നല്ല രീതിയിൽ മഴ പെയ്യുമെന്ന് എനിക്ക് മനസ്സിലായി. നല്ല മഴക്കോളുണ്ടായിരുന്നു. മഴ കൂടി വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി ഇനി അങ്ങനെ കൊണ്ടുപോയാലും പറ്റത്തില്ല എന്ന്. അങ്ങനെ ഈ കൊണ്ടുവന്ന വണ്ടിക്കാരൻ്റെ അടുത്തൊന്ന് ചോദിച്ച് കാല് പിടിച്ച് പുള്ളിക്കാരെ എനിക്ക് വലിയ കവറിലാക്കി പാക്ക് ചെയ്ത് തന്നു. അതുകൊണ്ട് ഭാഗ്യം വീട്ടിൽ കൊണ്ടെത്തിക്കാൻ പറ്റി. ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നതെന്ന് പെട്ടെന്ന് പറഞ്ഞതുകൊണ്ട് എനിക്കൊന്നും അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എൻ്റെ ഒരു വലിയൊരു ബക്കറ്റല്ല, ഒരു കുട്ടുവം അങ്ങനെ തന്നെ പറയാം. അപ്പോൾ കുട്ടുവത്തിനകത്ത് ഞാൻ മീൻ കുഞ്ഞുങ്ങളെല്ലാം ഇറക്കി സേഫാക്കി വെച്ചു. ഇനി നമ്മുടെ കുളം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വേണം കുഞ്ഞുങ്ങളെ അതിലോട്ടാക്കാൻ. അങ്ങനെ വീണ്ടും ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്നലെ ഒരു 2 മണിക്കൊക്കെ കഴിയുമെന്നാണ് ഞാൻ വിചാരിച്ചത്. സംഭവം ഒരു 5 മണിയായിട്ടും വെള്ളം വറ്റി തീർന്നതുമില്ല. ഏതാണ്ട് 5 മണിയായപ്പോൾ എൻ്റെ മോട്ടർ കത്തിപ്പോയി. പിന്നെ നമ്മൾ ഇലക്ട്രീഷ്യൻ എങ്ങനെയെങ്കിലും ശരിയാക്കുന്ന ഇലക്ട്രീഷ്യൻ വന്ന് ഇതൊക്കെ ഇന്നിപ്പോൾ റെഡിയാക്കിയതിന് ശേഷമാണ് നമ്മളിതിപ്പോൾ വീണ്ടും തുടങ്ങിയത്. കുളം ഇപ്പോൾ ഞാൻ നോക്ക് കുറച്ച് നാളം പോലും നോക്കാതിരുന്നപ്പോഴാണ് ഇത്രയും സംഭവിച്ചത്. ഈ ചില്ലകളെല്ലാം ഒടിഞ്ഞ് വീണ് മറ്റേ തെങ്ങിൻ്റെ ഓരയും തേങ്ങ എല്ലാം ഉൾപ്പെടെ ഉണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് ക്ലീനാക്കി എടുക്കുമ്പോൾ തന്നെ ഞാൻ ആകെ കുളമാവും. കാര്യം ഇത്രയും നാളിങ്ങനെ ഉപയോഗിക്കാതെ കിടന്ന കുളമല്ലേ. അപ്പോൾ ഇതൊന്ന് വറ്റിച്ച് ക്ലിയർ ചെയ്തെടുത്ത് ഒന്നേന്ന് റെഡിയാക്കണം. ഞാൻ പണിയിലേക്ക് പോവുകയാണ്. അല്ലെ പിടിച്ചോണേ, പാമ്പൊക്കെ പെടണമെങ്കിൽ നോയിക്കോട്ടെ. ഒരു കൈ വയ്യാത്തതാണ്. അമ്മേ ഭഗവതി കാത്തുരക്ഷിക്കടേ, കാറ്റ് കൊള്ളയിടവേ. ഓരോന്നായിട്ട് എടുത്തു തന്നാൽ മതി. ആമേനെയൊക്കെ ചവിട്ടി പേടിച്ച് ചാവോ ഭഗവാനെ. ഇത് മീൻ ഉണ്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഈ ചവറൊക്കെ മാറ്റുമ്പോൾ കിട്ടും. വീണ്ടും പഴയനൊക്കെ മീൻ ഇട്ട് വളർത്താൻ പോണ അതാ? വീണ്ടും രോഗം ആവശ്യമില്ല കുറെ മീനൊക്കെ മാറ്റി. നാഗരാജ, നാഗേഷി, നാഗത്താനെ ഇതിട്ട് പിടിയിടാ. പിടിച്ചിട്ട് ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടിട്ട് ഞാൻ കുത്തിയുണ്ട് കേട്ടാ. നിർത്താൻ അപ്പൊ മൊത്തത്തിൽ പിടിക്കാൻ പറ്റില്ല. എന്തിനാ ഒന്നിനെ ഞാൻ ചവിട്ടി അങ്ങ് താത്ത് കേട്ടാ. അട്ടയാണെന്നാണ് തോന്നുന്നത്. ഈ മരത്തിന്റെ ഇലകളാണ്. അല്ലെ എങ്ങുവാ ആമേനൊക്കെ ചവിട്ടി താത്ത് ചവിട്ടി കൊല്ലി. പായില്ലല്ലേ, പിടിച്ചിട്ട് പറഞ്ഞില്ല. മൊത്തം പായില്ല. വർഷങ്ങളായി മരം കടന്നിട്ട്. വർഷങ്ങളൊന്നും ആയില്ല, പിന്നെ കഴിഞ്ഞ മഴയില്. അപ്പൊ 1 വർഷമായി മരം കിടന്നു. മാർച്ച് ഏപ്രിലാ. നാറ്റം കേൾക്കുമ്പോഴേ അറിയാം. ഞാൻ പാമ്പിനെ കണ്ടു കഴിഞ്ഞാ ഇവിടെ തന്നെ അറ്റാക്ക് വന്ന് വീഴും. പാമ്പ് എന്തായാലും കാണൂല. അയ്യോ എറിപ്പോയാ ചേര. ഞാനേ ഒരു തൊട്ടി ഇട്ടിട്ട് കയറിട്ടിട്ട് നീ തൊട്ടിയിട്ട് എടുത്ത്. ഓ അപ്പൊ ആ തൊട്ടിയിൽ കയറിട്ടുക. ആ കയറിൽ തൊട്ടിയിട്ടുക. തെറ്റിപ്പോയി പറഞ്ഞത്. തൊട്ടിയുടെ തൊട്ടിയാണ് മഞ്ഞ ബക്കറ്റ് ഞാൻ കൊണ്ടുവന്നു. എടാ അത്ര കെട്ടൊന്നും വേണ്ട, ചെറിയ കെട്ട് മതി. ഇപ്പൊ കെട്ടിയത് കെട്ടാത്തൊരു പിടി ഉണ്ടായി. ഇല്ല, കയറിന് നീളം കൂടുവല്ലേ. എനിക്ക് ആ നീളം കുറച്ച് കെട്ടിയപ്പോഴായിരുന്ന. അല്ല മറ്റേ 2 കൂടെ കെട്ടി.
അല്ലെങ്കിൽ ഒന്ന് ഇതായിട്ട് അവന്നു പോകും, പിന്നെ തന്നെ തിരിച്ചേറാൻ പറ്റും. നിനക്ക് ചുമ്മാണ് ഡെയിലി പണിയില്ലാത്തത്. പിന്നെ കറക്റ്റ് എത്തുന്നുള്ളതുകൊണ്ട് കുഴപ്പമില്ല, എനിക്ക് എവിടെ നിന്നാണോ വാരി അങ്ങ് എറിയാം. ഭയങ്കര വ്യത്യാളെ തലയിൽ വെളി കാണിക്കാൻ പറ്റില്ല. ഏറ്റുണ്ടോ? ഞാന് കുറേ ഭാഗം നമ്മൾ ക്ലീൻ ചെയ്തേ, ഇത്രയും ഭാഗം ഇനി ഈ സൈഡും കൂടെ ക്ലീൻ ചെയ്യാറുള്ളൂ. ഒരുപാട് മീൻ കുഞ്ഞുങ്ങളുണ്ട് ഇതിനകത്ത്, ഞാൻ കൊണ്ടിട്ടതും ഇതിനകത്ത് കിടക്കുന്നതും എല്ലാം കൂടെ ചേർന്ന് ഒരുപാടുണ്ട്. ഇതിന് ഞാൻ ഫുള്ള് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ഫോൺ ഇപ്പോഴേ ഡൗൺ ആയി ചത്ത്, സ്ഥലം എല്ലാം തീർന്ന് MB ഫോണിൻ്റെ സ്പേസ് ഫുള്ള് തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി ഞാനിത് കുറച്ചും കൂടെ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് കാണാമേ. അങ്ങനെ ഇപ്പോൾ കേസ് വൃത്തിയാക്കലിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എത്തി. ഈ ഫുള്ള് ഞാൻ ഒരു 3-4 ദിവസത്തെ കഷ്ടപ്പാടായിരുന്നേ. സംഭവം ഇതിനകത്ത് മീനുണ്ട്, ബാക്കിയുള്ളൊരു ആമയെ പിടിച്ച് ഇവനങ്ങ് താഴെ കുളത്തിൽ തന്നെ ഇട്ട് കൊടുക്കണം. എൻ്റെ കയ്യിൽ ഇനി കുറച്ച് മീനുണ്ട്, നമ്മൾ ഇടാനുള്ള മീനുണ്ട്, ഇതിനകത്തും കുറച്ച് മീനുണ്ട്. ബാക്കിയെല്ലാം ഈ നശിച്ചവല്ലേ അവൻ തിന്നു കളഞ്ഞു. ഞാൻ ഇനി ഈ സൈഡ് ഫുള്ള് ഇങ്ങനെ വൃത്തിയാക്കി എടുത്തിട്ട് വെള്ളം മൊത്തം വറ്റിച്ചിട്ട് ഈ കിടക്കുന്ന മീനുകളെ ഇതിനകത്തോട്ടാക്കി പുതിയ വെള്ളം നിറയ്ക്കണം. അപ്പം ഞാൻ ഇനി പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല, മഴ വരുന്നു, അതിന് മുന്നേ അത് ചെയ്യണം. അപ്പോൾ ഞാൻ ജോലിയിലേക്ക് കയറാണ്. ഇതിൽ ഞാൻ നമ്മളെ പൊട്ടാസ്യം പെർമനൻറ്റ് കലക്കിയിട്ടുണ്ട്, അല്ലാതെ അതിനകത്ത് ഇറങ്ങിയാൽ ചിലപ്പോൾ നമുക്ക് രോഗം വരും. പൊട്ടാസ്യം പെർമനൻറ്റ് കലക്കി പിന്നെ ആവശ്യത്തിന്, കാര്യം നമ്മളെ മീൻ കിടക്കുന്നുള്ളതുകൊണ്ട് മീനിന് നോർമലി കുറച്ച് ഇടുന്നതിന് കുഴപ്പമില്ല. നമ്മളിപ്പോൾ മീൻ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോഴും അതിനെ ഒന്ന് ആദ്യം പൊട്ടാസ്യം പെർമനൻറ്റിൽ മുക്കിയിട്ടാണ് ഇതിനകത്തോട്ട് മാറ്റുന്നത്, ഒരു ജസ്റ്റ് നേരിയ രീതിയിൽ. ഇതാണ് കേസ്. ഇനി കുറച്ചും കൂടെ ഉള്ളു കേട്ടോ, ഇത്രയും കൂടെ ഉള്ളു. അതിനിടയ്ക്ക് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ തിന്ന ഈ ആമക്കളെ എന്നെ കണ്ടുകൊണ്ട് വീണ്ടും തലകത്തിട്ടു, തലകത്താക്കി വെച്ചിരിക്കുകയാണ്. ഇതിനാണ് എൻ്റെ കുഞ്ഞുങ്ങളെ മൊത്തം തിന്നത്. ഗേസ് അങ്ങനെ മീനെ കിട്ടി. എനിക്ക് പിടിക്കാൻ ചെറിയൊരു പേടിയാണ് കേട്ടോ. ഇത് അനാബസാണ്. അനാബസ് ഇത്രയും വലുതായി. മാക്സിമം ഇതിൽ നിന്നും കുറച്ചും കൂടെയൊക്കെ വരുന്നതുകൊണ്ട് ഈ സൈസ് ഉണ്ട്. ഇതാണ് സൈസ്, അനാബസാണ്. ഞാൻ ഇവനെ വെള്ളത്തിലാക്കട്ടെ. ലാസ്റ്റ് നമുക്ക് കുളമെല്ലാം വൃത്തിയാക്കിയ ശേഷം കുറച്ച് പിള്ളേരും കൂടെ ഉണ്ട്, ഇവരെ തിരിച്ചങ്ങ് ഇറക്കാം. എന്നിട്ട് നമ്മളെ പുതിയ കുഞ്ഞുങ്ങളെ ഒരു സൈഡിൽ കൂട് കെട്ടി ഇറക്കാം. അപ്പോൾ കേസ് ഞാൻ ബാക്കി ജോലി ചെയ്തിട്ട് ഇന്ന് തന്നെ അതിൻ്റെ ഫുള്ള് ചെയ്യണം, അല്ലെങ്കിൽ മഴ കാരണം ഇത് കണ്ടിന്യൂ വൃത്തിയാക്കാൻ പറ്റാത്ത ഒരവസ്ഥയാകും. ഇത് വൃത്തിയാക്കിയിട്ട് ഇനി ബാക്കി ഈ ടോപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാനുമുണ്ട്. അപ്പം ഞാനിതൊന്ന് ചെയ്യട്ടെ കേസ്. ഇതിൻ്റെ മുള്ള് ഭയങ്കര പ്രശ്നമാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കയറി പിടിച്ചു കഴിഞ്ഞാൽ ഇതെന്നെ ആക്രമിക്കും. കുറച്ച് നേരം കൂടെ ഉള്ളു, തീരാറായി. അപ്പോൾ ഗെയ്സ് എൻ്റെ കുളത്തിൻ്റെ വൃത്തിയാക്കുന്ന ആ വെള്ളം മൊത്തം ഞങ്ങൾ വറ്റിച്ച് വൃത്തിയാക്കി. ഇനി കുറച്ച് ഭാഗം തുടയ്ക്കണം, അത്ര പരിപാടിയും കൂടെ ഉള്ളു. അത് തുടച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് എനിക്കൊന്ന് വെള്ളം അടുത്ത് നിറയ്ക്കണം. എൻ്റെ 3-4 ദിവസത്തെ കഷ്ടപ്പാടിന് ശേഷം ഞാൻ ഇപ്പോഴാണൊന്ന് സമാധാനമായത്. ഇപ്പം വൃത്തിയാക്കില്ലായിരുന്നെങ്കിൽ അടുത്ത മഴയിൽ വീണ്ടും വെള്ളം കയറും, വീണ്ടും ഞാൻ ഇത് കണക്ക് വറ്റിക്കേണ്ടി വന്നേനെ. അങ്ങനെ ഇപ്പോൾ ഞാനത് ഏകദേശം ഫുള്ള് നമ്മൾ വെള്ളം മൊത്തം വറ്റിച്ച് കളഞ്ഞ് ഇനിയിപ്പോൾ കുറച്ച് ഇത് കണക്കത് ഇരിക്കണില്ലേ ഈ ചെടികൾ, അത് ഞാൻ ഈ മോപ്പിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ച് കളയും. വലുതായിട്ട് തുടയ്ക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ലാസ്റ്റ് കുറച്ച് വെള്ളം നിറച്ചതിന് ശേഷം അതിൽ നമ്മൾ ശകലം പൊട്ടാസ്യം പെർമനേറ്റ് ഉണ്ടല്ലോ, അതൊന്ന് ചെറുതായിട്ടൊന്ന് നേരിയ തോതിലൊന്ന് വിതറും. അത്രയേ ഉള്ളൂ. എനിക്കിനി കുറച്ച് വെള്ളം നിറച്ചിട്ട് ഉള്ള മീനുകളെ അതിനകത്ത് തിരിച്ചിറക്കുക. അതിൻ്റെ ബാക്കി വെള്ളം കുറേശ്ശെ നിറയ്ക്കുന്നതനുസരിച്ച് എൻ്റെ കുഞ്ഞുങ്ങളെ ഇടുക. അപ്പോഴേ ഞാനൊന്ന് ക്ലീൻ ചെയ്തോട്ടെ. അങ്ങനെ കേസ് ഞാൻ ഫുള്ള് വൃത്തിയാക്കിയിട്ട് ഇതാ അപ്പം മോട്ടറിൽ വെള്ളം അടിക്കുകയാണ് കിണറ്റിൽ നിന്ന്. ഏതാണ്ട് കുറച്ച് ഭാഗം ഇത്ര മതിയാവും, ബാക്കി ഇനി കുറേശ്ശെ വെള്ളം അടിച്ച് കയറ്റേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്കത് മുതലാവാത്ത രീതിയായി പോകും. അപ്പം എന്തായാലും ഇത് നമ്മളൊരു ഏകദേശം ക്ലിയറായി. ഇപ്പോൾ കണ്ണിൽ കാണാൻ പറ്റും, മീനുണ്ടെങ്കിൽ കാണാൻ പറ്റും, ആ ഒരു രീതിയായി. ഞാൻ
എനിക്ക് തോന്നുന്നു ഒരു 2 വർഷമാവും. അതിനുശേഷം ഞാൻ ഇത്രയും ഇങ്ങനെ ക്ലിയർ ആക്കിയിട്ടില്ല, ഫിൽറ്റർ ചെയ്ത് വിടത്തേ ഉള്ളായിരുന്നു. ഇടയ്ക്ക് വെച്ചിട്ട് ഒരു മരം വന്ന് മുറിഞ്ഞൊക്കെ വീണ് ഇവിടുത്തെ ഫിൽറ്ററും സെറ്റപ്പ് എല്ലാം പോയി, അതെല്ലാം ഒന്ന് ഒടിഞ്ഞൊക്കെ പോയി. ഇനി അതെല്ലാം ഒന്നേന്ന് ചെയ്യണം. പിന്നെ ഇവിടെ ഞാനൊരു പഴയ വീഡിയോ ഉണ്ട് ഇത് ഉണ്ടാക്കിയത്, അപ്പം ഞാൻ ഇതിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ ഞാനിതിൽ ആഡ് ചെയ്തേക്കാം. ഞാനിവിടെ ഒരു പന്തൽ പോലെയൊക്കെ സെറ്റ് ചെയ്ത് ഫുള്ള് വലയൊക്കെ ഇട്ട് ചെയ്തായിരുന്നു. മരം ഒടിഞ്ഞ് വീണപ്പോഴാണ് ഇതെല്ലാം ഇങ്ങനെ ആയിപ്പോയത്. അപ്പോൾ അതെല്ലാം കൂടെ ഒരു വ്ളോഗാക്കി ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരുപാട് ലെങ്തി ആവും. അപ്പോൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഞാൻ ഇതിന് മുന്നേ ഞാൻ പിടിച്ചു വെച്ച മീനുകളില്ലേ, അതിനെ ഈ വെള്ളത്തിലോട്ട് ഇറക്കാം. എൻ്റെ കൈ ചിലപ്പോൾ കൊത്തുപോകും, പിടിച്ചിട്ട് വരണില്ല ഏട്ടാ. ഉണ്ട്, കമ്പാണ് കിട്ടിയത്. ഇത് നല്ല മുള്ളുള്ളതുകൊണ്ടേ കയ്യിൽ വഴുതി അങ്ങ് പോവും, നമുക്ക് ബലം കൊടുക്കാൻ പറ്റില്ല. ഒരെണ്ണം ചാടി. വലിയൊരാള് പോയി, അടുത്ത ആള്. കഴിഞ്ഞ 4-5 ദിവസത്തെ കഷ്ടപ്പാടിന് ശേഷം ഞാനിപ്പോൾ കുളം പഴയത് കണക്കാക്കി. ഒഴുന്ന കാടും അതെല്ലാം ഒന്ന് ഭയങ്കരമായിട്ട് നമ്മുടെ ചെളിയും ഇതെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം ഇന്നലെ വൈകിട്ടായപ്പോൾ വൃത്തിയാക്കി. ഇന്നലെ രാത്രിയായി അത് എല്ലാം കോരി ഒന്ന് വൃത്തിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇനി അതിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടാറ്റ, ബൈ ബൈ.